പാർവതി, നീ എൻ്റെ അമ്മയും അരിയാഹാരവും അരിമുറുക്കും കഴിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ, ഈ ഗോതമ്പിലോട്ടൊന്ന് മാറ്റി പിടിക്കുക, ഇല്ലെങ്കിൽ റാഗിയാക്ക്. ചിലപ്പോ ഈ മണ്ടൻ തലയ്ക്കകത്ത് കുറച്ച് വെളിച്ചം വന്നാലോ. ഓ, അപ്പോഴേക്കും വക്കാലത്തുമായിട്ട് മനോഹരേട്ടൻ എത്തിയല്ലോ. ആ, എത്താതെ പിന്നെ. നീ എന്നാ കരുതിയത്? നീ വീട്ടിൽ പോവെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയപ്പോഴേ മനോഹരൻ അങ്ങ് പേടിച്ചു പോയെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ കേട്ടോ, അങ്ങനെയൊന്നും എന്നെ ഭയപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ആരൊക്കെ കൊമ്പ് കുലുക്കിയാലും ദേവികയോടൊപ്പം മനോഹരൻ എന്നും ഉണ്ടാവും. അപ്പോ വരുന്നതൊക്കെ രണ്ടുപേരും കൂടെ അങ്ങ് അനുഭവിച്ചോണം. ഓ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വരുന്നതൊക്കെ നീയാണല്ലോ അനുഭവിക്കുന്നത്. എന്റെ പൊന്നു പാർവതി, നീ നിന്റെ കാര്യം നോക്ക്. ഇത് സ്ഥിരം നാടകവേദിയാ, കലാനിലയെ. മോള് കാര്യമാക്കണ്ട. ഇങ്ങ് വന്നേ, പോയ കാര്യം എന്നാന്ന് പറ. വാ. ദേവിയെ എടുക്കണോ? അല്ല, അവളെന്തിനാ നിന്നെ വിളിക്കുന്നത്? ആ, ആർക്കറിയാം. ആ, എടുക്ക്. എന്താ കാര്യമെന്നറിയാലോ. എന്ത് വേണം? എനിക്കൊന്ന് കാണണം. എനിക്കാരെയും കാണണ്ട, പ്രത്യേകിച്ച് നിന്നെ. കണ്ടേ പറ്റൂ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണം ചന്ദ്ര. ഞാൻ പറയുന്നിടത്ത് നീ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ നീ ഉള്ളിടത്തേക്ക് ഞാൻ വരും. ഭീഷണിയാണോ? നിന്നെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇത് നിന്നെയും കൂടി ബാധിക്കുന്ന വിഷയം. ഞാൻ പറയാൻ പോകുന്നത് നീ കേട്ടേ പറ്റൂ. ഫോണിൽ പറഞ്ഞാൽ മതി. പോരാ, നേരിട്ട് കാണണം. ഉടനെ വേണം. കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. വരേണ്ട സ്ഥലവും സമയവും ഞാൻ മെസ്സേജ് ചെയ്യാം. അതനുസരിച്ച് വന്നാൽ മതി.